ടെക്നോളജിയിൽ ഇപ്പോഴും ചെവി കുന്ത്രാണ്ടം വെച്ചോണ്ട് തള്ള. ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമ്മളിന്ന് എടുക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ ആടുജീവിതം ഇങ്ങനെയൊക്കെ എടുത്ത സിനിമയുടെ 2 പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആടുജീവിതം നമുക്ക് സന്തോഷം തരാത്തതുകൊണ്ട് അത് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ നാഗേന്ദ്രൻസ് ഹണിമൂൺ ഇട്ടു. നാഗേന്ദ്രൻ ഹണിമൂൺസ് അത്യാവശ്യം നമുക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്. ഉറങ്ങിക്കോട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ കാര്യം പറയാനാണ് വന്നത്. റോസക്കുട്ടി ചേർത്ത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഈ കാര്യം എങ്ങാനും വീട്ടിൽ വന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒടുവിലത്ത് പ്രശ്നം കൈക്കൊണ്ടാൽ മതി. അതുകൊണ്ടാണ് ചേർത്തേക്കാണ് ഞങ്ങൾ ഈ പൊന്തക്കാട്ടി വന്ന് വിളിച്ചിരുന്നത്. ടർബോ എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ആ സമയം എനിക്ക് കാണാൻ പറ്റിയില്ല. OTT വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അറിഞ്ഞോട്ടാ ഞങ്ങൾ വന്നേക്കുന്നത്. എടാ, നിന്നെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? ചില ജോസൂട്ടിന്ന് വിളിക്കും, ചില ജോസേട്ടായിന്ന് വിളിക്കും. എന്നാ ജോസാടാ? ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ സൂപ്പറാണ് കേട്ടോ. ടർബോ ജോസ്. നിന്റെ അപ്പനെ എന്നതാ നാട്ടുകാര് വിളിച്ചോണ്ടിരുന്നത്? ആ, അതാ. ബിന്ദു പണിക്കരൊക്കെ അമ്മ വെച്ചിട്ട് നന്നായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവൻ ഇപ്രാവശ്യം പെരുന്നാൾ കൂടുന്നില്ല. അയ്യോ, അതെന്നാ പറ്റി? ജോസേട്ടാ എന്നാ വരുന്നാളോ? അതെ, അങ്ങോട്ട് വന്നില്ല. എന്നാടാ ജെറി, ഈ വർഗീസ് പുണ്യാളിന്റെ അല്ലേ പെരുന്നാള്? അല്ലാതെ ജോസൂട്ടിയുടെ ഒന്നും അല്ലല്ലോ. അങ്ങോട്ട് മാറിയിരിക്കണ കൊച്ചേ. ജോസേ, ഇവിടുന്ന് നേരെ കവല. അവിടെ ചെന്ന് 3 ബസ്സേ കയറിക്കോണം. അടുത്ത ബസ് പിടിച്ച് കൊടൈക്കനാല്. അവിടെ 2 ദിവസം ചുറ്റിക്കറങ്ങി കണ്ടേച്ച് 3-ാം ദിവസം ഇവിടെ എത്തിയാൽ മതി. ആ, കാശ് ഞാൻ നിന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ സെമിത്തേരിയുടെ അടുത്തുള്ള ആ അഞ്ഞിരി മരത്തെ കയറിയെന്ന് പെരുന്നാൾ കണ്ടോളാം. താഴെ ഇറങ്ങത്തേ. അങ്ങനെ എങ്ങാനും നീ ചെയ്താ പിന്നെ കാലാകാലം നീ താഴേക്ക് ഇറങ്ങത്തില്ല. ഫുൾ ടൈം ഏറെ തന്നെ ആയിരിക്കും. അതെ അമ്മച്ചി, ജോസേട്ടൻ അങ്ങനെ മനഃപൂർവ്വം തല്ലുണ്ടാക്കുന്നതല്ല. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ. അത്തരം കാര്യങ്ങളൊക്കെ അവൻ കൊടൈക്കനാലിൽ പോയി വന്നേച്ച് നമുക്ക് ചർച്ച ചെയ്യാം. See you my son. വണ്ടി എടുക്കണം. മൂന്നാറിലേക്കാണോ? അതെ. ചുമ്മാ അങ്ങ് പോകുവാന്നോ? എനിക്കറിയാൻ മേല. ചേട്ടൻ വേണമെങ്കിൽ എന്റെ തള്ളയെ വിളിച്ചു പോയി. എന്നെ എന്നാ കഴിവേറ്റാനാ 3 കെട്ടിയെടുക്കണം. ഗുരുമാരെ നനഞ്ഞ പള്ളിപ്പെരുന്നാളായി പോയി. ഇവിടുത്തെ നാട്ടിൽ വന്നെ ജോസേട്ടായിട്ട് ഇടി കാണാനായിട്ടാ. എൻ്റെ അനൂപേ, ജോസേട്ടായിക്കുള്ള ഇടി ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും വണ്ടി പിടിച്ച് വന്നിരിക്കും. നല്ല സ്ഥലമായിട്ട്. കർത്താവേ, അരുവാൾ സാബും കൂട്ടരല്ലേ പോയത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് തീർക്കാനായിരിക്കും. എങ്ങനെ തീർക്കാനാ? ജോസ് ഇപ്പൊ ബസ് കയറി അങ്ങോട്ടൊക്കെ പോയതേ ഉള്ളൂ. ജോസ് ഇല്ലാതെ സാബു മാത്രം അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാൻ? അതന്നെ ഞാൻ ഓർക്കുന്നത്. ചേട്ടാ, കടി എന്തെങ്കിലും എടുക്ക്. ഈ സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സീനാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. ഈ കാർണിവലൊക്കെ ഇപ്പോൾ സിനിമയിലേ ഉള്ളൂ. കുറച്ച് വെള്ളരിപ്രാവുകൾ ഉണ്ടായിരുന്ന പറത്തി വിടായിരുന്നല്ലേ ചോ? അതെന്നാ? അല്ല, എത്ര സമാധാനപൂർണമായ പെരുന്നാളാ. എല്ലാ കൊല്ലം ആ ജോസ് സാഹിബ്മാരെ കുന്നുമലയും കെട്ടുന്ന ജീപ്പുമായിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് വട്ടക്കിറക്കലായി, എരപ്പിക്കലായി, അടി പിടി, എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു. ഈ സായിപ്പന്മാരും ടൂറിസ്റ്റുകളെയൊക്കെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത് അവന്റെ തൊഴിലായതുകൊണ്ടല്ലയോ വക്കച്ച? തൊഴില് ചുമ്മാ ജീപ്പ് ഷോ. അവൻ റബ്ബർ വെട്ടി വീട്ടിലെങ്ങനെ ഇരുന്നാ പോലെ.
അച്ഛൻ ഹെൽമെറ്റ് വെക്കുന്നതാണല്ലോ. സേഫ്റ്റിക്ക് മോനെ അരിവാളെ വരുന്നുണ്ട്. ഇത് നല്ല രസമുള്ളൊരു സീനാണ്. നല്ല 2 കുതിരകളെ. എന്നെപ്പോലെ തന്നെ ഒരു വാപോയ അരിവാളാണല്ലോടാ സാബു നിന്റെ കയ്യിൽ. ഇത്തവണത്തേലൂടെ നിനക്ക് പണി. സൂപ്പർ. അവനെ കൊണ്ട് ആശുപത്രിയിലോട്ട് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. എന്റെ പൊന്നു ചേട്ടത്തെ ഒന്ന് മാറിക്കുക, അല്ലെങ്കിൽ ആ തള്ള എന്നെ കൊല്ലും.